ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യ ഷിജി വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ പേര് ധന്യ ഷിജിൻ. പണത്തിന്റെ ഹുങ്കും കൊണ്ട് എന്തും നേടാം, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാം എന്ന ബോച്ചെ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണൂരിന്റെ ഒരു ധാർഷ്ട്യം ഇന്നലത്തോടുകൂടി അവസാനിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. കോടതിയിലേക്ക് അതിനാടകീയമായ ഒരുപാട് രംഗങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത്. ഒരു പക്ഷേ ഹണി റോസ് വേഴ്സസ് ബോബി ചെമ്മണൂർ എന്നുള്ള ഈ ഒരു വിഷയം ഇന്നലത്തോടുകൂടി രാഹുൽ ഈശ്വർ വേഴ്സസ് ഹണി റോസ് എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹണി റോസ് വേഴ്സസ് ബോബി ചെമ്മണൂർ എന്നുള്ള ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ എത്തുന്നത് ഒരുപാട് ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഇപ്പൊ ബോബി ചെമ്മണൂരിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു സമയം മുതൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും, തീർച്ചയായും ബോബി ചെമ്മണൂർ തിരിച്ചു വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് രാഹുൽ ഈശ്വർ നടന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഓരോ ചാനലുകളിലും അദ്ദേഹം വ്യക്തമായ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഓർഡർ ബൈ ഓർഡർ ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ ചാനൽ ചർച്ചകളിലും പോയിരുന്ന് ഒരേ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്നലെയുള്ള ആ ഒരു ചാനൽ ചർച്ചകളൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവർക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം, അദ്ദേഹം ബോച്ചയുടെ കയ്യിൽ നിന്നും നല്ലൊരു തുക വാങ്ങിയിട്ടാണോ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ബോച്ചയെ വൈറ്റ് വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെളുപ്പിക്കുന്നത് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളും നമുക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും എഴുതി തയ്യാറാക്കി, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കി മനഃപൂർവ്വം പഠിച്ച് മനഃപ്പാടമാക്കി പറയുന്ന പോലെയാണ് സത്യത്തിൽ എല്ലാ ചാനൽ ചർച്ചകളിലും അദ്ദേഹം വന്നിരുന്നിട്ടുണ്ടായിരുന്നത്. ഓരോ ചാനൽ ചർച്ചകളിലും പോയി പറയുന്ന സമയത്ത് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും തന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു, ബോച്ചയോട് ക്ഷമിക്കണമായിരുന്നു, അല്ലാതെ അദ്ദേഹത്തിന് 1 വർഷത്തേക്ക് റിമാൻഡ് ചെയ്യണോ, ജയിലിൽ ഇടണോ എന്നാണ് ഹണി റോസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ലാഘവത്തോടുകൂടി ഓരോ കാര്യങ്ങളെയും ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോൾ വളരെയധികം പുച്ഛമാണ് സത്യത്തിൽ ശ്രീ രാഹുൽ ഈശ്വറിനോട് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിൽ, ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിൽ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഹണി റോസ് വേഴ്സസ് ബോബി ചെമ്മണൂർ എന്നുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിൽ ആ ഒരു നിലവാരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എനിക്ക് അത്രയധികം ആശ്ചര്യം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ശ്രീ രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു ഡിബേറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലിലൂടെയും അദ്ദേഹം ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ചാനൽ ചർച്ചകളുടെ കമന്റ് സെക്ഷനുകളിലും എല്ലാ കമന്റ് സെക്ഷൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്തും അതിൽ ഏകദേശം ഒരു 80-85ഓളം വരുന്ന ഓഡിയൻസ്, ഇവരെല്ലാവരും രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യമാണ് ശരി, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ പറയുന്നതിൽ എന്താണ് തെറ്റ്, ഹണി റോസിന് വസ്ത്രധാരണത്തിൽ ഇത്തരത്തിൽ നടക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ശരീരം പ്രദർശിപ്പിച്ചു നടക്കാമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഈശ്വറിന് ഇത് പറഞ്ഞുകൂടാ, രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, ഞങ്ങൾ ബോച്ചയുടെ കൂടെയാണ്, രാഹുൽ ഈശ്വറിന്റെ കൂടെയാണ്, ഈ നിങ്ങൾ പറയുന്നത് പോലെ ഹണി റോസ് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിനെ അനുകൂലിക്കുന്ന ഒരു 85% ഓഡിയൻസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരു പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ അത്രയധികം രാഹുൽ ഈശ്വറിന്റെ ആ ഒരു നിലപാടുകൾ, അല്ലെങ്കിൽ അവർ ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവാണ്, അല്ലെങ്കിൽ ഓരോ കൺസെപ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ വേ ഓഫ് തിങ്കിങ്ങും ഓരോ രീതിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ 85% വരുന്ന ഓഡിയൻസ് രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ നിലപാടുകളെ ശരിവെക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ പേഴ്സണലി ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരിക്കലും രാഹുൽ ഈശ്വർ പറഞ്ഞ ആ ഒരു കാര്യത്തോട് യോജിക്കില്ല, അതിലോട്ട് നമുക്ക് യോജിക്കാനും സാധിക്കുകയില്ല. പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പരമ്പരാഗതമായ ചിന്താഗതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രോഗ്രസീവായ ചിന്താഗതിയോട് എനിക്ക് ഡൈജസ്റ്റ് ആവില്ല, അല്ലെങ്കിൽ പുരോഗമനപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങളായിക്കോട്ടെ, അത്തരത്തിലുള്ള വേഷവിധാനങ്ങളായിക്കോട്ടെ, അതിലൊട്ട് എനിക്ക് അതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മുൻപ് തന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ രാഹുൽ ഈശ്വറിനുള്ള തക്കതായ ഒരു മറുപടി, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ വായടപ്പിക്കുന്ന ഒരു മറുപടി തന്നെയാണ്. ഞാൻ എന്തായാലും ആ ഒരു പോസ്റ്റിന്റെ
ആ ഒരു ഭാഗം ഈ ഒരു സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഇതിന്റെ ഏകദേശം ഒരു 3ാമത്തെ പാരിയായിട്ട് ഹണി റോസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, തന്ത്രി കുടുംബത്തിൽ ജനിച്ച രാഹുൽ ഈശ്വർ ക്ഷേത്ര പൂജാരി ആവാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക്, ഭക്തർക്ക് രാഹുൽ ഈശ്വർ അവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. ഈ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഇല്ല എന്നാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ ഒരു വേഷവിധാനത്തിൽ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വളരെയധികം ഉചിതമായ, അല്ലെങ്കിൽ ഓരോ സ്ത്രീ ജനങ്ങളും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഹണി റോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും അതിനുള്ള മറുപടി എന്നോണം രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ഓരോ ക്ഷേത്രങ്ങളിലും ഡ്രസ് കോഡ് ഉണ്ട്, അതൊരു പക്ഷെ ഹണി റോസിന് അറിയാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹണി റോസിന്റെ പുതിയതായിട്ട് റിലീസ് ആവാൻ പോകുന്ന ചിത്രത്തിന് ആശംസകളൊക്കെ അർപ്പിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പേഴ്സണലി തോന്നിയത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിൽ ആ ഒരു മിതത്വം രാഹുൽ ഈശ്വർ പാലിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി മറ്റെന്തെങ്കിലും ഭയന്നിട്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അതിലോട്ടൊന്നും നമ്മൾ കൂടുതലായിട്ടും കടക്കുന്നില്ല. എന്തായാലും ഹണി റോസിന്റെ ഈ ഒരു പോസ്റ്റ് ഇത് കുറച്ച് മുൻപ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്കുള്ള അതൊരു താക്കീതായിട്ടുണ്ടാകുമായിരുന്നു. എന്തായാലും ഹണി റോസ് ചെയ്തത് വളരെയധികം നല്ലൊരു കാര്യം, അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ്. രാഹുൽ ഈശ്വറിനും ഒരുപക്ഷെ ഇതുപോലുള്ള ഒരു പോസ്റ്റിന്റെ അല്ലെങ്കിൽ മറുപടിയുടെ പ്രതികരണത്തിന്റെ ആവശ്യം അനിവാര്യം തന്നെയായിരുന്നു. കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, എന്തായാലും അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഊട്ടിപ്പോയി കണ്ടിട്ട് വരാം. പ്രയോഗങ്ങൾ പറയുന്നത് ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷേ അഭിനേത്രി തന്നെയായ ഫറ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരുപക്ഷെ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറല്ലേ? നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു മലയാളിയും. ഹണി റോസിന്റെ വസ്ത്രധാരണം നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യം എന്താ? ഹണി റോസിന്റെ വസ്ത്രധാരണം ഇഷ്ടമല്ലേ, അങ്ങോട്ടൊക്കെ നോക്കണ്ട, പോരെ, പ്രശ്നം പരിഹരിച്ചില്ലേ? അത് നോക്കണം. ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വർ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത് ഫറ ഷിബില എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്, ഒരു ആക്ട്രസിനെയാണ്. ഇവര് പറഞ്ഞ കുറച്ച് വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നത്. ഫറ ഷിബിലയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ആദ്യം തന്നെ ഈ ഫറ ഷിബില എന്ന് പറയുന്ന ആ ഒരു ലേഡി, ആ ഒരു ആക്ട്രസിന്റെ അവർ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റ് അത് ഞാൻ ഈ ഒരു സൈഡിൽ ഇവിടെ ഷെയർ ചെയ്യാം. അതിനുശേഷം ഈ പറയുന്ന ഫറ ഷിബില എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസ്റ്റുകൾ ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി ഒന്ന് കാണുക. എന്തായാലും അവരുടെ ആ ഒരു ഫോട്ടോസോ പോസ്റ്റുകളോ ഒന്നും തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ റീഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫോട്ടോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഫറ ഷിബില പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന കാര്യം തീർച്ചയായും കമന്റ് ചെയ്യണം. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല്, കേരളത്തിൽ ഒരാൾക്കെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ ഈ വസ്ത്രധാരണം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഹണി റോസ് എന്ത് തരത്തിലുള്ള വസ്ത്രധാരണമാണ് നടത്തുന്നത്, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഒരാൾക്കെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അപ്പൊ അതിന് ഫറ ഷിബില എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയും അതിൽ തന്നെ ആ ഒരു പോസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്, അതായത് മെയിൽ ഓഡിയൻസിനെ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അട്രാക്ഷൻ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വ്യൂഷിപ്പിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഹണി റോസ് ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളായിക്കോട്ടെ ശരീര പ്രദർശനങ്ങളായിക്കോട്ടെ നടത്തുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഫറ ഷിബില അവരുടെ പോസ്റ്റിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ എന്തായാലും അവരുടെ പോസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ആ ഒരു പോസ്റ്റ് വിശദമായിട്ടും വായിക്കുക. സോ ഈ ഒരു കാര്യം ഇപ്പൊ രാഹുൽ ഈശ്വർ നിരന്തരം എല്ലാ ചാനൽ ചർച്ചകളിലും പോയിരുന്നു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഒരു വ്യക്തിക്കെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വേഷവിധാനം എന്താണ് ഇങ്ങനെ, അല്ലെ ഹണി റോസിന്റെ വേഷവിധാനത്തിനെ കുറിച്ച് ഇവരെന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വേ ഓഫ് തിങ്ക്, രാഹുൽ ഈശ്വറിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം അവനവന്റെ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പറയുക. അല്ലാതെ കേരളത്തിൽ ഉള്ള ഈ പറഞ്ഞ ഇത്രയധികം ജനവിഭാഗങ്ങൾ ഇവരെ എല്ലാവരെയും ഒന്നടങ്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാനോ അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് കേരളത്തിൽ എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ കേരളത്തിൽ ഒരാൾക്കെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ എന്ന്
ചോദിക്കാനുള്ള എന്ത് റൈറ്റ്സ് ആണ് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കുള്ളത്? അവനവന്റെ ഉള്ളിലുള്ള ആ ഒരു വികൃതമായ ചിന്താഗതി, അല്ലെങ്കിൽ അവരവന്റെ ഉള്ളിലുള്ള അത്രയധികം ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള, ലൈംഗിക ദാരിദ്ര്യം ഏർപ്പെട്ടിട്ടുള്ള, ലൈംഗിക ദാരിദ്ര്യം ഏറ്റിട്ടുള്ള ആ ഒരു മനസ്സ്, അതൊരു പക്ഷേ നിങ്ങളുടെ ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വാക്കുകളിൽ വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉൾക്കൊള്ളിക്കേണ്ട, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ചിന്തിക്കുന്നു എന്ന് പറയേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഇല്ല. അവനവന്റെ കാര്യങ്ങൾ മാത്രം അവനവൻ വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന ബാക്കി ആരും തന്നെ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല. ഒരുപക്ഷെ ഹണി റോസ് എന്ന് പറയുന്ന മോഡേൺ ലുക്കിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവര് ഇത്രയധികം വലിയൊരു സെലിബ്രിറ്റിയാണ്, ആക്ട്രസ് ആണ്. അത്രയധികം വലിയ ഇനോഗ്രേഷൻസ് ഹൈലി പേയ്മെന്റ് വാങ്ങിയിട്ടാണ് അവർ ഓരോ ഇനോഗ്രേഷന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അവരുടെ ചിന്താഗതി, അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം, അവരുടെ ശരീര രീതി, അതൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിൽ മറ്റൊരാൾക്ക് അഭിപ്രായം പറയാനോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ ഒരു കടിഞ്ഞാൻ ഇടാൻ ആർക്കാണ് അവകാശമുള്ളത്? ഈ പറഞ്ഞ രാഹുൽ ഈശ്വറിന് അത്തരത്തിലുള്ള അവകാശമോ അധികാരമോ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആരും കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞ ഒരു ഇന്ത്യൻ പൗരനോ ഇന്ത്യൻ പൗരയ്ക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അവകാശമോ എവിടെയുമില്ല. ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇഷ്ടമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്, വ്യക്തി താല്പര്യമാണ് അവരുടെ വസ്ത്രധാരണം, അല്ലെങ്കിൽ അവരുടെ ശരീര പ്രദർശനം എന്നൊക്കെ പറയുന്നത്. അവര് തന്നെ പറയുന്നത് നിയമവ്യവസ്ഥ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള ഒരു വസ്ത്രം പോലും ഞാൻ ധരിച്ചിട്ടില്ല എന്നുള്ളത് അവർ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ വന്നു നിന്നു കേരളത്തിലുള്ള ഒരാൾക്ക് പോലും തോന്നിയിട്ടില്ല. അതിൽ ഫെറാ ഷിബില എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ കടമെടുക്കുന്നു. ഈ പറഞ്ഞ ഫെറാ ഷിബിലയുടെ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് കിടക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷം ഈ പറയുന്ന ഹണി റോസിനെ വിമർശിക്കാനുള്ള, അല്ലെങ്കിൽ ഹണി റോസിനെതിരെ പറയാനുള്ള എന്ത് റൈറ്റ്സ് ആണ് ഈ പറഞ്ഞ ഫെറാ ഷിബിലയ്ക്ക് ഉള്ളത് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം ഈ പറഞ്ഞ ഫെറാ ഷിബില ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളോ ഫോട്ടോസ് ഒന്നും തന്നെ ഹണി റോസ് ചെയ്തിട്ടില്ല. അവര് മാന്യമായ വസ്ത്രം ധരിക്കുന്നു, അവരുടെ ഇനോഗ്രേഷൻ ചെയ്യുന്നു, അവരുടെ പ്രൊഫഷൻ അതാണ്, അവരത് ചെയ്യുന്നു. അതിൽ മറ്റുള്ളവർ അവരിങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അവരിങ്ങനെ മാത്രമേ ചെയ്യാവൂ, അവരങ്ങനെ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു നിബന്ധന വെക്കാനോ അവർക്കൊരു അജണ്ട വെക്കാനോ നമ്മൾ ആരും അല്ല എന്നുള്ളത് ഇനിയെങ്കിലും ഇത്രയധികം ഡിബേറ്റുകളിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ ഇത്രയധികം ചാനൽ ചർച്ചകളിൽ വന്നു നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ഭാഷയിൽ കാണിക്കുന്ന ആ ഒരു മിതത്വം, ഹണി റോസിന്റെ ഭാഷയിൽ പറയുന്നത് പോലെ അതിമനോഹരമായിട്ട് സംസാരിക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ ഇത്രയധികം ചാനൽ ചർച്ചകളിൽ ഭാഷകളിലൊക്കെ ഭാഷകളിലെ ആ ഒരു മിതത്വം പാലിക്കുന്ന രാഹുൽ ഈശ്വർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ നമ്മൾ ആരും പറയാനുള്ള ഒരു അവകാശം നമുക്കില്ല എന്നുള്ളത് ഇനിയെങ്കിലും പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയാൽ അത് അദ്ദേഹത്തിന് തന്നെയാണ് നല്ലത്. പക്ഷെ ഈ പറഞ്ഞ ഈ 85% വരുന്ന ഈ ഓഡിയൻസ് മുഴുവൻ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ദുഃഖമാണ് സത്യത്തിൽ തോന്നുന്നത്. കാരണം ഇപ്പോഴും ആ ഒരു ഉദിക്കാത്ത, അല്ലെങ്കിൽ നേരം വെളുക്കാത്ത നാട്ടിൽ നിന്നും ഇപ്പോഴും ഉദിച്ചിട്ടില്ലേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇനിയും നേരം വിളിക്കാത്ത ആ ഒരു പ്രാകൃത ചിന്താഗതികളോടുകൂടി, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേഷം ധരിക്കണം, ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അങ്ങനെ വേഷം ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഡ്രസ് കോഡ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ മേൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ മേൽ അതുപോലൊരു റൂൾ ഉണ്ടാക്കാനോ ലോ ഉണ്ടാക്കാനോ ഉള്ള ആ ഒരു ആയുധമാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ചിന്താഗതിയെ മാറ്റുന്നു. അത്തരത്തിലാണ് ആളുകൾ ചിന്തിക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു, ഇപ്പോഴും ആളുകൾ ഈ ഒരു പ്രോഗ്രസീവായ ചിന്താഗതികളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ എന്തായാലും ഇപ്പൊ ഈ ഒരു രാഹുൽ ഈ കാര്യങ്ങൾ മാത്രമല്ല, മോൺസ്റ്റർ ഫിലിമിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടനോട് അന്ന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല, എന്തുകൊണ്ട് ചർച്ചയായില്ല എന്നും ചോദിക്കുന്നുണ്ട്. അന്നത് ഒരുപക്ഷെ ആ ഒരു സിനിമ റിലീസായ സമയത്ത് ഒരുപാട് ചർച്ചയായ കാര്യം തന്നെയാണ്. അതൊരുപക്ഷെ രാഹുൽ ഈശ്വർ കാണാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. അത് മാത്രമല്ല,
റീൽ അല്ല നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലും ആ ഒരു ഫിലിമിലും കാണിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് വാശി പിടിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥമില്ല. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെയാണ് അനുകൂലിക്കുന്നത്? ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ പറഞ്ഞ അദ്ദേഹത്തിന്റെ നിലപാടുമായിട്ടാണോ, അല്ലെങ്കിൽ ഹണി റോസിന്റെ നിലപാടുമായിട്ടാണോ,